ഇന്ത്യയിൽ എല്ലാ വർഷവും മുടങ്ങാണ്ട് ഒരു യുദ്ധം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? അതെ, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഭാഗത്ത് വരുന്ന ഒരു ചെറിയ സംസ്ഥാനത്ത് എല്ലാ വർഷവും ഒരു യുദ്ധം നടക്കാറുണ്ട്. അതൊരു ഉത്സവമാണ്. അതാണ് ബണ്ണി ഫെസ്റ്റിവൽ. ബണ്ണി ഫെസ്റ്റിവൽ അഥവാ ബണ്ണി ഉത്സവം എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ബണ്ണി ഉത്സവം? ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നും എല്ലാ വർഷം തോറും ഏകദേശം 3 ലക്ഷത്തോളം ആളുകളാണ് ഈ ഒരു ഉത്സവത്തിനായി എത്തിച്ചേരുന്നത്. ഈ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ഡിസ്ട്രിക്റ്റിലെ ദേവരഗെട്ടു എന്ന സ്ഥലത്താണ് ഈ ഒരു ആഘോഷം ആഘോഷിക്കുന്നത്. ഈ ഒരു ബണ്ണി ഫെസ്റ്റിവൽ ഒരു ഏൻഷ്യൻ റിച്വൽ ആണ്. ഇത് വിജയനഗര എംപയറിന്റെ കാലഘട്ടം മുതൽ ആരംഭിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഉത്സവം ഒരു കഥയെ അടിസ്ഥാനമാക്കിയാണ്. അതായത് ഭൈരവ രൂപത്തിലുള്ള ശിവൻ അക്കാലത്തെ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന 2 അസുരന്മാരായ മണിയും മല്ലാസുരനും ഇവരെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഇവർ മരിക്കുന്നതിന് മുന്ന് ശിവനോട് ഒരു അപേക്ഷ ഉന്നയിച്ചു. എന്താന്ന് വെച്ചാല്, ഞങ്ങളുടെ ഈ തോൽവിയെ എല്ലാ വർഷം തോറും ഓർമ്മപ്പെടുത്തണമെന്ന്. അപ്പൊ ഇതിനെ ആസ്പദമാക്കി എന്ത് ചെയ്യും? ഈ വിജയദശമി രാത്രിയിൽ ഈ ദൈവിക യുദ്ധം ഈ ഗ്രാമീണർ ദണ്ഡ് അല്ലെങ്കിൽ വടി ഉപയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ട് റിക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഉത്സവത്തിന്റെ രീതി എങ്ങനെയാന്ന് വെച്ചാല്, ശ്രീ മലമല്ലേശ്വര ക്ഷേത്രത്തിൽ നിന്നും ദേവതകളുടെ പ്രതിഷ്ഠ പ്രദക്ഷിണത്തിനായി കൊണ്ടുപോകുന്നു. ഈ ഒരു സമയത്ത് ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഗ്രാമീണർ 2 വിഭാഗക്കാരായി തിരിയും. ഇവരുടെ ഓരോരുത്തരുടെയും കയ്യിൽ എന്തുണ്ടാവും? ഒരു ദണ്ഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വടി ഉണ്ടാവും. ഇതിൽ ഒരു വിഭാഗക്കാർ എന്ന് പറയുന്നത് ശിവന്റെ അനുയായികളും മറ്റു വിഭാഗക്കാർ എന്ന് പറയുന്നത് അസുരന്മാരെ അനുകൂലിക്കുന്നവരുമാകുന്നു. ഈ അസുരന്മാരെ അനുകൂലിക്കുന്നവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ ദേവതയുടെ പ്രദക്ഷിണം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് മാക്സിമം അവർ തടയാൻ ശ്രമിക്കുകയും ശിവന്റെ അനുകൂലികൾ ഈ അസുരന്മാരെ തടയുകയും ശ്രമിക്കുന്നതാണ് യുദ്ധത്തിന്റെ അവസ്ഥ. റീസെന്റ് പോലും ന്യൂസിൽ ഉണ്ടായിരുന്നു, ഈ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് 2 പേർ മരണപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കുകൾ ഉണ്ടാകുകയും ചെയ്തു അത്രേ. ഓക്കെ, അപ്പൊ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ യുദ്ധം നടത്തും. ഇതാണ് ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലം. അപ്പൊ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മുറിവുകളെ ഇവരുടെ വിശ്വാസപ്രകാരം ഇവർ അത് ദൈവാനുഗ്രഹമായും, അതേപോലെ തന്നെ ഈ യുദ്ധത്തിന്റെ അവസാനം മഞ്ഞൾ തേച്ചാല് ഈ മുറിവ് മാറുകയും ചെയ്യും എന്നാണ് ഇവരുടെ ഒരു സങ്കല്പം.